അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുപ്പിയാണ് എടുക്കുന്നത്. അപ്പോൾ മാറാലയൊക്കെ അടിച്ച് തൂക്കാനും അതേപോലെ തന്നെ ചിലന്തി വല എല്ലാം അടിച്ച് തൂക്കാനും നമുക്കൊരു കുപ്പി വെച്ചൊരു മോപ്പ് ഉണ്ടാക്കാം. അപ്പം അതാണ് ഞാൻ ചെയ്യുന്നത്. മാറാലയൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു മോപ്പാണത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കുപ്പിയുടെ ഏത് കുപ്പിയാണെങ്കിലും വേണ്ടിയില്ല. ഇപ്പോൾ ഞാൻ ചെറിയൊരു കുപ്പിയുടെ മുകൾ ഭാഗം മുറിച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു 4 ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ പപ്പടക്കമ്പി ചൂടാക്കിയിട്ട് ഹോളിട്ട് കൊടുക്കുക. ഇപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുക്കുന്ന ഷാളാണ്. ഇപ്പോൾ ഏത് ഷാളോ ബനിയൻ ടൈപ്പ് ആയിരിക്കുന്നതാണ് നല്ലത്. കാരണം ഏത് തുണിയാണെങ്കിലും നമുക്ക് ഇതേപോലെ 4ആയിട്ട് മടക്കിയിടുക. അപ്പോൾ ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ഞാനിപ്പോൾ ആ കുഞ്ചലം തുമ്പ് ഭാഗത്തുള്ള കുഞ്ചലം പോലത്തെ അതങ്ങ് വെട്ടിക്കളയാണേ. അത് നമുക്ക് ആവശ്യമില്ല. തുള്ളി പോലും നമ്മൾ വേസ്റ്റ് ആക്കാതെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ബനിയൻ കണക്കത്തെ തുണിയാണെങ്കിൽ ജനലിലും എല്ലാം മാറാല അടിച്ചെടുക്കാൻ നല്ല സുഖമായിരിക്കും. വെയിറ്റ് കുറവാണ്ട് നമുക്ക് നല്ലോണം എളുപ്പത്തിൽ എല്ലായിടത്തും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടേ. ഇപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് നീളത്തിന് നിവർത്തിയെടുക്കാം. അപ്പോൾ എല്ലാം അതേപോലെ നിവർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് അളവിലൊന്ന് പിടിച്ചിട്ട് നടക്കുന്നു. കണ്ടോ, കറക്റ്റായിട്ട് പകുതിച്ച് എടുത്തിട്ട് നമുക്ക് ക്രോസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഞാൻ 4 വള്ളി മാറ്റി വെച്ചിട്ടുണ്ടേ. ഒന്ന് കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് 4 വള്ളി. അതല്ല നമുക്കിപ്പോൾ ചെറിയ തുണിയാണെങ്കിൽ നമുക്ക് വള്ളി വേറെ എടുക്കാം, കെട്ടുന്നതിന് വേണ്ടി വേറെ വള്ളി വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ എനിക്ക് ഇത്രയും തുണിയുള്ളതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് തന്നെ ഇത് 4 വള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വള്ളിയാണിത്. ഇപ്പോൾ മുകളിൽ നിന്ന് വേണമെങ്കിലും കെട്ടാം. ഞാൻ താഴ്ഭാഗത്ത് നിന്നാണ് കിട്ടുന്നത് കേട്ടോ. മുകളിൽ നിന്ന് വേണമെങ്കിലും കെട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി താഴ്ഭാഗത്ത് നിന്നാണ് എടുത്തത്. അപ്പോൾ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് തുണി. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ കെട്ടിക്കൊടുക്കാം. ഉണ്ടോ, നല്ല മുറുക്കി കെട്ടണം. ആ കെട്ടിലാണ്. എന്നിട്ട് ആ വള്ളി അതിൻ്റെ അടിയിൽ കൂടെ ഈ ഭാഗത്തോട്ട് എടുക്കണം. അതേപോലെ തന്നെ ആ വള്ളിയും അതിൻ്റെ താഴ്ഭാഗത്തൂടെ ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഈ ഭാഗത്തു നിന്നുള്ള വള്ളിയും കുറച്ചെടുക്കാം. ഇനി അടുത്തത് നമുക്ക് 2 വള്ളി ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് 2 വള്ളി. എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടെ നമുക്ക് ഈ റിബണ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ വള്ളി പിടിച്ച് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത് കുപ്പി കെട്ടുന്നതിന് വേണ്ടിയാണ് ഈ വള്ളി. കുപ്പി ബലത്തിരിക്കാൻ വേണ്ടിയുള്ള കെട്ടാണ് ഇപ്പോൾ കെട്ടുന്നത്. അപ്പോൾ ഈ കൂടെ ഈ ക്രോസ് ആക്കി വെച്ചിരിക്കുന്ന ആ വശം നല്ലോണം ബലത്തൊന്ന് വലിച്ച് മുറിക്കുക. എന്നിട്ട് നമുക്ക് ആ കുപ്പിയുടെ ആ വള്ളി കിടക്കുന്ന നേർഭാഗം അടിഭാഗത്തോട്ട് കൊണ്ടുവന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 കെട്ട് കെട്ടിയതിന് ശേഷം നമുക്ക് മുറിച്ച് കളയണമെന്നില്ല. വള്ളി അടിഭാഗമായതുകൊണ്ട് കാണത്തേന്നുമില്ല. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. മോപ്പിൻ്റെയൊക്കെ കമ്പുണ്ടെങ്കിൽ അതാണേലും മതി. അതല്ലെങ്കിൽ സാധാരണ നമ്മൾ മരത്തിൻ്റെ കമ്പൊക്കെ ഉണ്ടെങ്കിൽ ചെത്തിയെടുത്ത് അതിനകത്ത് വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരേ മോപ്പിൻ്റെ ഒരു കമ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കയറുന്നില്ല എങ്കിൽ ആ കുപ്പി ഭാഗത്ത് ഒന്ന് ചെറിയതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് കയറ്റി കൊടുത്താൽ നല്ല ബലമായിട്ട് തന്നെ ഇരുന്നോളും. ഇവിടെ നമുക്ക് കയ്യിൽ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര വെയിറ്റ് ഒന്നും ഇല്ല. നല്ല സുഖമായിട്ട് തന്നെ തുടയ്ക്കാം. ഇതേപോലെ എല്ലാ പടങ്ങളും പിന്നെ അതേപോലെ ഫ്ലവർ ഉണ്ടെങ്കിൽ അതും അതേപോലെ തന്നെ മതിലിൻ്റെ മൂലയിലൊക്കെ ഈ ചിലന്തികളെയൊക്കെ പിടിച്ചിരിക്കുന്നതാണേലും അതേപോലെ AC ഉണ്ടെങ്കിൽ ACയുടെ മുകളിലൊക്കെ തുടയ്ക്കാനും അതേപോലെ തന്നെ തറയൊക്കെ ഇതേപോലെ ഒന്ന് തുടയ്ക്കാനും എല്ലാം സുഖമാണ്. വെള്ളം നനച്ച് ഇതേപോലെ തുടച്ചെടുക്കുക.